വിശ്വസിക്കൂല, ഞങ്ങൾ ഈ ഇരിക്കുന്ന 3 പേരിൽ ഇടി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെ ഉള്ളൂ. ആരാ? ഒരു മിനിറ്റ്, ഇത് അല്ലാതെ എന്തിനു തല്ലുണ്ടാക്കി? അത് സെറ്റില് ഒരു കാരണമില്ലാതെ ഒരാള് പെട്ടെന്ന് വന്നിട്ടേ ഞങ്ങളുടെ സെറ്റിലെ ഒരാളെ പിടിച്ചടിച്ചു. അപ്പൊ അടി കൊണ്ട ആള് ചെറിയ പയ്യനാണ്, വളരെ സ്വീറ്റ് ആണ്. അവന് കുട്ടി ഉണ്ടായിട്ട് ഒരാഴ്ച ആയിട്ടില്ല. അപ്പൊ അവന് കുട്ടി ഉണ്ടായതൊക്കെ പറയുന്ന പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന പയ്യനാണ്. അപ്പൊ പെട്ടെന്ന് ഇവനെ പിടിച്ച് ഇയാൾ ഇടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അയാൾക്കൊരു കുടുംബമുണ്ട്, അയാളുടെ കുഞ്ഞുണ്ടായി. അപ്പൊ അവനിങ്ങനെ കരയാണ്. അപ്പൊ അത് ശരിയാണ്, ഒരു ഭീകര രൂപയാണ് ഇടിക്കുന്നത് കേട്ടോ. വെറുതെ ലിറ്ററലി വെറുതെ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവൻ കൈ കാണിച്ചപ്പോ അവൻ തിരിച്ച് കൈ കാണിച്ചില്ല. അവൻ അറിയില്ല ഇവൻ ആരാണ്. അപ്പൊ കൈ തിരിച്ച് കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും സാധുവായ ഒരുത്തന് ഇവൻ ഭയങ്കര മോശം ബ്രൂട്ടലായ രീതിയിൽ ഉപദ്രവിക്കുകയാണ്. ഇടിച്ച് ഇവിടെ ഒറ്റടിക്കനെ ഇവിടെ കലങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ അവരോട് നിർത്ത് എന്ന് പലരും പറഞ്ഞു പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് ഇയാള് പിന്മാറുന്നില്ല. ഞാൻ കാണുന്നത് നന്മവരം അയാൾ ഏറിൽ നിൽക്കുന്നു. ഒരു കാരണമില്ലാതെ ഇതെല്ലാം നിങ്ങളെ മറ്റേ അല്ലു അർജുന്റെ അതല്ല ഞാൻ ആലോചിച്ച കാര്യത്തിലുള്ളത്. ഇപ്പൊ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതൊക്കെ 100 പേരുണ്ട് സെറ്റിൽ. ഈ 100 പേരുള്ള സെറ്റിൽ അങ്ങനെ ഒരാൾ വന്ന് ഇടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ആരായി? അങ്ങനെ പോയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മുൻകോപത്തിൽ തലവൻ ആരാണ്? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, പൂജയെടുത്ത്. അതെ, എക്സ്പീരിയൻസ് വെച്ച് പറയൂ. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ ചോദിക്കില്ലെന്നുള്ളു. അല്ല, എന്തിനൊരു ഇൻസിഡന്റ് ഉണ്ട് അതേപോലെ? ഇപ്പൊ ഇന്ന് ചെറിയ അല്ല, ബേസിക്കലി എനിക്ക് എന്താ എനിക്ക് ഉള്ളിൽ വെക്കുന്നത് ഇഷ്ടമല്ലേ. ഞാൻ അത് കഴിയും. അത് ആസിഫിന് ആകെ പ്രോബ്ലം ഉള്ള ഒരേ ഒരു കാര്യം ശബ്ദമാണ്. ഒരു പ്രോസസ്സിൽ ഏർപ്പെടുന്ന സമയത്ത്, അഭിനയിക്കുന്ന സമയത്ത് ഐലൈനിൽ ആരെങ്കിലും വന്ന് നിൽക്കുന്നതും അതിനോട് അവിടെ റെസ്പെക്ട് കിട്ടുന്നില്ല എന്നൊരു സംഭവമുണ്ട്. അതായത് ആസിഫിനോടല്ല, ആ പ്രോസസ്സിനോട്. അപ്പൊ മാത്രമേ ഞാൻ ഈ കഴിഞ്ഞ 6 പടത്തിൽ തിരിച്ചറിവുണ്ടായി. ഓക്കെ, അടുത്തത് പൈസ ചിലവാക്കുന്ന തലവൻ ആരാണ്? ഇത്തുകുള്ള ദൂർത്തടിച്ച് ലാവിഷ് ആണോ? സംശയം തിരിഞ്ഞു നോക്കണ്ട. ഇങ്ങനെ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ എക്സ്പെൻസീവ് ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കും. ഗിഫ്റ്റ് ട്രീറ്റുകൾ നമ്മള് അത് ശരി, അത് ആസിഫാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം റോഷാക്ക് ഇറങ്ങിയപ്പം ഒരു റോളക്സ് കിട്ടിയായിരുന്നു. അപ്പൊ ഇതിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചീത്ത പറഞ്ഞതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്തു.